ഹലോ എവ്രി വൺ. ഞാൻ വിചാരിച്ച ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇറ്റ്സ് എ വെരി സ്മോൾ ടിപ്പ്, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചായ ഉണ്ടാക്കുമ്പം എസ്പെഷ്യലി ചായയിൽ മധുരം കുറയ്ക്കാനുള്ളൊരു വഴി കൂടിയാണത്. സോ നമ്മൾ ടീ ഉണ്ടാക്കുമ്പം ടീയിൽ നമ്മൾ കാർഡമം ഏലക്കായ ഇടുമല്ലോ. സോ ഏലക്കായ പൊടിച്ചിട്ട് നമ്മൾ ഒരു ബോട്ടിലാക്കി വെക്കും. ഇത് ഞാൻ കുറച്ച് ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കണ്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ വരെ ഇടാം. പക്ഷേ കുറച്ച് ചെറുതായിട്ടൊരു കയ്പ്പുണ്ടാവും. കയ്പ്പ് അങ്ങനെ അറിയില്ല, എന്നാലും ഇറ്റ്സ് ലിറ്റിൽ ടു മച്ച്. പക്ഷേ എനിക്ക് അത് കുഴപ്പമില്ല. ഞാൻ മേ ബി 1 ടീസ്പൂൺ വരെയൊക്കെ ഇടാറുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഇസ് ഗുഡ് ഇനഫ്. അപ്പം ഇതിട്ട് ചായ ഉണ്ടാക്കുമ്പോൾ ഒന്നാമത് ചായയുടെ ടേസ്റ്റ് എൻഹാൻസ്ഡ് ആവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മധുരം കുറച്ച് മതി. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഏലക്കായുടെ ആ ഒരു ടേസ്റ്റ് കാരണം അത്രയും ഷുഗറിൻ്റെ ആവശ്യമില്ല. സോ ഞാൻ അല്ലെങ്കിലും ഷുഗർ അങ്ങനെ പ്രിഫർ ചെയ്യാത്ത ആളാണ് എൻ്റെ ചായയിൽ. കോഫി ആണെങ്കിൽ ഞാൻ ഷുഗർലെസ്സാണ് കുടിക്കുന്നത്. പക്ഷേ ചായ ആണെങ്കിൽ എനിക്ക് മധുരം വേണം. ബട്ട് ദെൻ ഐ ഡോണ്ട് ലൈക്ക് ടു യൂസ് എനി ഷുഗർ. മീൻസ് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും മധുരവും എനിക്കെന്തോ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഈ സാധനം, ഈ മോങ് ഫ്രൂട്ട് സ്വീറ്റ്നർ അല്ലെങ്കിൽ സ്റ്റിവിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പൊട്ടും ഷുഗർ ഇട്ടൊക്കെ കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് ആഡ് ജാഗരി ഇട്ടാലും ഐ എം ഫൈൻ. ജാഗരി പൗഡർ ഇട്ടാലും എനിക്കിഷ്ടമാണ്. ഓറൽസ് ഐ യൂസ് ദിസ് വൺ മോങ് ഫ്രൂട്ട് സ്വീറ്റ്നർ. ഇല്ലെങ്കിൽ സ്റ്റിവിയ. ഇപ്പം ഇറ്റ് ഹാസ് എൻ ആഫ്റ്റർ ടേസ്റ്റ്. ഇതാകുമ്പോൾ ആഫ്റ്റർ ടേസ്റ്റ് ഇല്ല കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ടിപ്പ് നിങ്ങൾ ജസ്റ്റ് ട്രൈ. ആർക്കെങ്കിലും ഇനിയിപ്പോൾ ഷുഗർ ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ പൗഡർ ചെയ്ത് വെച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ 2-3 ഏലക്കായ ഫുൾ ആവശ്യമില്ല ഒരു ചായയിൽ. അത് വേസ്റ്റ് ഓഫ് ഏലക്കായും കൂടിയാണ്. ഇങ്ങനെയാകുമ്പം നമ്മൾ ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ആക്ച്വലി. ഇങ്ങനെ പൗഡർ ചെയ്ത് വെച്ചിട്ട് ഞാനൊരു ചായ കുടിക്കാൻ പോവാണ്. ഇറ്റ്സ് ലൈക്ക് ചായേൻ്റെ റെസിപ്പി ഒന്നും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കാറിയാലോ. ഞാൻ ഇത്രയും പാലാണ് എടുക്കുന്നത്. ഇറ്റ്സ് 1% മിൽക്കാണ്, ഫാറ്റ് കുറവുള്ള ലോ ഫാറ്റ് മിൽക്കാണ്. പിന്നെ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു സ്മോൾ ടീ ഉണ്ടാക്കാൻ പോവാണ്. സോ ഐ തോട്ട് ഐ വിൽ ഷെയർ ദിസ് ഐഡിയ.